ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മലപ്പുറം വളാഞ്ചേരിയെ നടുക്കിയ ദാരുണമായ ഈ അപകടം സംഭവിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് കരിങ്കൽ ക്വാറിയിലേക്ക് കൂപ്പുകുത്തിയ മിനി ലോറിയിൽ നിന്ന് ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടെങ്കിലും സഹായിയായി ഒപ്പമുണ്ടായിരുന്ന മുസ്തഫയ്ക്ക് അതിനു സാധിച്ചിരുന്നില്ല. 65 അടി താഴ്ചയിലേക്ക് കൂപ്പുകുത്തി വീണ ലോറിക്കുള്ളിൽ പെട്ടുപോയതോടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു 2 മക്കളുടെ പിതാവായ ആ മനുഷ്യന്. 7 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ലോറിയെയും മുസ്തഫയെയും കണ്ടെടുത്തപ്പോഴേക്കും നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. 2 മനുഷ്യജീവനുകളും ഭക്ഷ്യോൽപ്പന്നങ്ങളും സുരക്ഷിതമാക്കണമെന്ന ചിന്തയായിരുന്നു ആദവനാട് ഊരോത്ത് പള്ളിയാലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് കരിങ്കൽ ക്വാറിയിലേക്ക് കൂപ്പുകുത്തിയ മിനി ലോറിയിലെ ഡ്രൈവർ മലപ്പുറം ചട്ടിപ്പറമ്പ് കാട്ടിക്കുളങ്ങര ജാഫറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകുന്ന വാഹനം നിർത്താൻ പറ്റിയ ഒരു സ്ഥലം നോക്കുന്നതിനിടെയാണ് മുന്നിൽ കണ്ട ചെമ്മൺ റോഡിലേക്ക് ലോറിയെടുത്തത്. റോഡിന്റെ ഒരു വശത്ത് ക്വാറി ശ്രദ്ധയിൽപ്പെട്ട ജാഫർ കുറച്ചുകൂടി മുന്നോട്ടെടുത്തത് എതിർവശത്തെ പറമ്പിലേക്കായിരുന്നു. എന്നാൽ അത് പറമ്പല്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ലോറി 65 അടിയിലേറെ ആഴമുള്ള ക്വാറിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഒരു റോഡിന്റെ ഇരുവശങ്ങളിലുമായി വർഷങ്ങളായി പ്രവർത്തനം നിലച്ചുകിടക്കുന്ന ക്വാറികളായിരുന്നു അത്. അപകടം സംഭവിച്ചപ്പോൾ തന്നെ സമീപത്തുള്ളവരും മറ്റും ഓടിയെത്തിയെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ക്വാറിയുടെ ചുറ്റിലും മണ്ണും ചരലുമാണ് അധികവുമുള്ളത്. അതിനാൽ തന്നെ ക്വാറിയിലേക്ക് എത്തി നോക്കുന്നത് പോലും അപകടകരമാണ്. മുമ്പും ഇവിടെ അപകടങ്ങൾ നടന്നതായി പോലീസും നാട്ടുകാരും പറയുന്നുണ്ട്. ഇവിടെ ക്വാറിയുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കാത്തത് വെള്ളിയാഴ്ചയുണ്ടായ ദാരുണമായ അപകടത്തിന് ഒരു കാരണമായി മാറുകയായിരുന്നു. വാഹനം ക്വാറിയിലേക്ക് വീണപ്പോൾ എടുത്തുചാടിയ ജാഫർ നീന്തിയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മുസ്തഫയ്ക്ക് അതിനു സാധിക്കാതെ വരികയായിരുന്നു. രക്ഷപ്പെട്ട ജാഫർ ഉടൻ തന്നെ ബഹളം വെച്ച് നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടിയെങ്കിലും അവിടേക്ക് ആർക്കും ഓടിയെത്തി ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയായിരുന്നു. കാരണം അത്രമേൽ ആഴമുണ്ടായിരുന്നു ആ ക്വാറിക്ക്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ക്വാറിയിലേക്ക് ആരും പോവാറുണ്ടായിരുന്നില്ല. 40 വർഷം മുമ്പ് ഉപേക്ഷിച്ച ക്വാറിയാണിത്. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നതിനാൽ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചാണ് രാത്രിയോടെ മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. പരേതരായ കുന്നത്തൊടി മൊയ്തീൻ കുട്ടിയുടെയും ആയിഷക്കുട്ടിയുടെയും മകനാണ് മുസ്തഫ. സുഹൈലയാണ് ഭാര്യ. ഷാമിൽ, ഫാത്തിമ റിദ എന്നിവരാണ് മുസ്തഫയുടെയും സുഹൈലയുടെയും മക്കൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.